ഈ പ്രമേയം നാം ഏവരും 3W ആരംഭിക്കുന്ന ജീവിതമാണ്. വാം വുമൺ വിൻ. യുദ്ധവും മദ്യവും മദ്രാക്ഷിയുമായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ സമുദായം തന്നെയാണ് ഏറ്റവും കൂടുതൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം. ഒരു അന്തരീക്ഷത്തിലേക്കായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ അതല്ല. ഇന്ന് ഗൾഫിന്റെ രീതിയിലായാലും വിദ്യാഭ്യാസ വ്യവസ്ഥയിലായാലും എല്ലാ നിലയിലും സമൂഹം ഒന്നടങ്കം നമുക്ക് വേണ്ടി സംവിധാനം ചേരുകയും ഇതിനു വേണ്ടി പ്രയാസപ്പെടുകയും ചെയ്ത ധാരാളം പ്രവർത്തകർ എല്ലാവരോടും കൃതജ്ഞത ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തിന്മവാടും കലുഷനിലങ്ങളിൽ ധീരധാർമ്മിക പ്രതിരോധം ഇടറി വീഴും യുവബോധങ്ങളിൽ നന്മ തീർക്കും നവദൗത്യം. തിന്മവാടും കലുഷനിലങ്ങളിൽ ധീരധാർമ്മിക പ്രതിരോധം ഇടറി വീഴും യുവബോധങ്ങളിൽ നന്മ തീർക്കും നവദൗത്യം. ധർമ്മനീതി ജയിക്കും കാലം ദൂരെ ദൂരെ മറയുന്നു. നന്മയുടെ ചെറുനീർച്ചാൽ പോലും ഇവിടെ വറ്റി വരളുന്നു. ധർമ്മനീതി ജയിക്കും കാലം ദൂരെ ദൂരെ മറയുന്നു. നന്മയുടെ ചെറുനീർച്ചാൽ പോലും ഇവിടെ വറ്റി വരളുന്നു. ആർദ്രമായൊരു സംസാരത്തിൽ പൊരുളുമിരുളിൽ മായുന്നു. ഇവിടെ പുതിയ പ്രഭാതം തേടി നമ്മൾ ഒത്തണി ചേരുന്നു. തിന്മവാടും കലുഷനിലങ്ങളിൽ ധീരധാർമ്മിക പ്രതിരോധം ഇടറി വീഴും യുവബോധങ്ങളിൽ നന്മ തീർക്കും നവദൗത്യം. സൗഹൃദങ്ങൾ ചോർന്ന മനസ്സിൽ ഭീകരത കുടിയേറുന്നു. സമരധാര മറന്ന യുവത്വം ലഹരിയിൽ തലചായ്ക്കുന്നു. സൗഹൃദങ്ങൾ ചോർന്ന മനസ്സിൽ ഭീകരത കുടിയേറുന്നു. സമരധാര മറന്ന യുവത്വം ലഹരിയിൽ തലചായ്ക്കുന്നു. സത്യമായ മതത്തിനു മീതെ സ്വത്ത് നിൽക്കൈ നേടുന്നു. സുഖരസങ്ങൾ തേടി മനുഷ്യൻ നീതിയെ ബലി തീർക്കുന്നു. തിന്മവാടും കലുഷനിലങ്ങളിൽ ധീരധാർമ്മിക പ്രതിരോധം ഇടറി വീഴും യുവബോധങ്ങളിൽ നന്മ തീർക്കും നവദൗത്യം. ധർമ്മശക്തിയൊരുക്കും തീയിൽ കലുഷകാലമൊടുങ്ങട്ടെ. തിന്മ നീങ്ങി ദൈന്യനിലങ്ങളിൽ വജ്രവെട്ടം തെളിയട്ടെ. ധർമ്മശക്തിയൊരുക്കും തീയിൽ കലുഷകാലമൊടുങ്ങട്ടെ. തിന്മ നീങ്ങി ദൈന്യനിലങ്ങളിൽ വജ്രവെട്ടം തെളിയട്ടെ. ഇരുളുമൂടിയ ഗ്രാമങ്ങളിലിനി നറുനിലാവു പരക്കട്ടെ. കാളരാത്രികളസ്തമിച്ചിനി പുതിയ പുലരി പിറക്കട്ടെ. തിന്മവാളും കലുഷനിലങ്ങളിൽ ധീരധാർമ്മിക പ്രതിരോധം ഇടറി വീഴും യുവബോധങ്ങളിൽ നന്മ തീർക്കും നവദൗത്യം. തിന്മവാളും കലുഷനിലങ്ങളിൽ ധീരധാർമ്മിക പ്രതിരോധം ഇടറി വീഴും യുവബോധങ്ങളിൽ നന്മ തീർക്കും നവദൗത്യം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. നമ്മുടെ കുടുംബ ചുറ്റുപാടുകൾ, നമ്മുടെ വിദ്യാർത്ഥികളുടെ ചുറ്റുപാടുകൾ നിന്റെ ദീനിനെ സഹായിക്കുകയും സംരക്ഷിക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന, അതിന് സഹായിക്കുന്ന ആളുടെ കൂട്ടത്തിൽ നാം പറയാറുണ്ട്. അതുപോലെ തന്നെ നിന്റെ ദീനിനെയും നിന്നെയും നീ നൽകിയായിരിക്കുന്ന പ്രസ്ഥാനത്തെയും വ്യതിചരിക്കുന്ന, അതിനെ അവഗണിക്കുന്ന കൂട്ടത്തിൽ ഒരിക്കലും ഞങ്ങൾ ഈ പെടുത്തരുതെന്ന് രാജ്യങ്ങൾ ആമീനെന്ന് നാം പറയാറുണ്ടെങ്കിൽ ആ ആമീനെ അർത്ഥമാക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിനെ അവകാശപ്പെടുന്ന പ്രസ്ഥാനം അത് അതിനു വേണ്ടിയാണ് നാം അവർക്ക് പ്രയോജനവും അവർക്ക് പ്രോത്സാഹനവും
ഇത്തരം കാര്യങ്ങൾ നമ്മളുടെ കൂടെ രംഗപ്രവേശനം ചെയ്യുകയും ചെയ്യും. 2 ദിവസത്തെ സമ്മേളനവും SSF കേരളത്തിലെ 500 സെക്ടർ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുകയാണ്. ഇടപെടലുകൊണ്ട് ഈ രൂപത്തിൽ നമ്മൾ ഒരു സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ അതിന് സുപ്രധാനമായിട്ടുള്ള ഒരു സെഷനാണ് പ്രതിനിധി സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രതിനിധി സമ്മേളനത്തെ കുറിച്ച് പറയുമ്പോൾ അതിന് നടക്കുന്ന 2 ക്ലാസുകൾ സംസ്ഥാന നേതാക്കൾ ദിവസങ്ങളോളം കൂടിയിരുന്ന് തയ്യാറാക്കിയിട്ടുള്ള ഒരു നോട്ട് ജില്ല വഹിച്ചുകൊണ്ട് പഠിപ്പിച്ച് ആ രൂപത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ ഈ മുജാഹിദ് വിഭാഗം പറയുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ദീനിൽ തെളിവല്ല എന്ന ആശയം നമ്മൾ വകവെച്ചു കൊടുക്കുകയായിരുന്നെങ്കിൽ ഖുർആൻ തെളിവിൽ നിന്നും ആമുഖമായിട്ട് മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഈ സ്വഹാബത്തിനെയും താബീങ്ങളെയും ഈ മഹാന്മാരൊക്കെ ദീനിൽ തെളിവായി പറയുമ്പോൾ ഇവർക്ക് ഈ സ്വഹാബത്തിനെ പറ്റില്ല, സ്വഹാബത്ത് ഇസ്രായേലിയായിട്ടുള്ള അപവാദങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തവരാണ്. താബീങ്ങൾ ദീനിൽ പറ്റാത്തവരാണ്. അദ്ദേഹത്തിന്റെ ഇമാമുമാര് അംഗീകരിക്കാൻ പറ്റാത്തവരാണ്. ഇമാം ബുഖാരി തെളിവിന് പറ്റാത്തവരാണ്. ഇമാം വാദികൾ അബദ്ധം പറ്റിയവരാണ്. ബഹുമാനപ്പെട്ട ഇമാം മുഖ്യദ്ദീൻ തങ്ങൾ ഈ ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ളവരാണ്. ഇങ്ങനെ ലോകം അംഗീകരിക്കുന്ന മഹാന്മാരൊക്കെ ഇവർ തള്ളി പറയുമ്പോൾ ഇവർ അംഗീകരിക്കുന്ന ആൾക്കാരാണ്. ഇവർ അംഗീകരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവർ അംഗീകരിക്കുന്ന ഈ 4 ആളുകളാണ് മുജാഹിദിന്റെ നേതാക്കന്മാർ അംഗീകരിക്കുന്നത്. വിശാലമായിട്ട് പറയാൻ സമയത്ത് ഇവരൊക്കെ മധുവിൽ കേരളത്തിലെ മുജാഹിദുകൾ എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അത് കുറേ മാത്രം മഹത്വം ഇവരെ കുറിച്ച് ഇവരുടെ നേതാക്കളൊക്കെ ഈ പ്രസ്ഥാനത്തിന്റെ ആളുകൾക്ക് തെളിവായിട്ട് പരിചയപ്പെടുത്തി തന്നിട്ടുള്ള ആൾക്കാരാണ്. ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് ഇവരെ അവസ്ഥ എന്താണ്. ഇവരെ കുറിച്ച് ചെറിയൊരു രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അബ്ദുൽ വഹാബ് അയാൾ ആരാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ കാര്യത്തിലുള്ള ആളല്ല. റസൂലിനെ ദീൻ പഠിച്ചവരല്ല. അയാൾ ഉസ്താദുമാരായിട്ട് ലോകത്ത് എണ്ണി പറയുന്ന ഒരാൾക്കും അയാളുടെ ആശയങ്ങൾ ഉണ്ടാവില്ല. അയാൾ ഉസ്താദായിട്ട് എണ്ണി പറയുന്ന ഒരാൾക്കും ഈ ചങ്ങാതി ഇയാൾ ഉസ്താദായിട്ട് എണ്ണി പറയുന്ന ഒരാൾക്കും ഇയാളുടെ ആശയങ്ങൾ ഉണ്ടാവില്ല. പിന്നെന്തുവാണോ അതിന് മുന്നിലുള്ള ഏതെങ്കിലും മഹാന്മാർ എഴുതി വെച്ച ഗ്രന്ഥങ്ങളിൽ ഇയാൾ ആശയം വേണം. അങ്ങനെ ഒരു ഗ്രന്ഥവും കാണാൻ കഴിയില്ല. പിന്നെ എവിടെകൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ അഥവാ ഇയാളുടെ ആശയങ്ങൾ അംഗീകരിക്കാത്ത മുസ്ലിങ്ങളെ കൊന്നിട്ട് ആ വൈദ്യങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടി വരുന്ന മൃഗങ്ങൾ, കഴുകൻ അടക്കമുള്ള പക്ഷികൾ അവർക്ക് അത് തിന്നാൻ വേണ്ടി നായക്കുമൊക്കെ അതിനുള്ള